ഹലോ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 2018 മോഡൽ ഗ്ലാമറാണ്. കണ്ടീഷനും കാര്യങ്ങളും പറയുകയാണെങ്കിൽ റീസെൻ്റ്ലി സർവീസ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ്. യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. അത്ര നീറ്റ് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. രജിസ്ട്രേഷൻ വരുന്നത് KL07 ആണ്. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ആണെങ്കിലും ഫ്രണ്ടും ബാക്കും പുത്തൻ ടയേഴ്സാണ് കിടക്കുന്നത്. മേടിച്ചിട്ടിട്ട് കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെയാണ് വണ്ടിയുടെ പുറം ഭാഗത്തുള്ള കണ്ടീഷനും കാര്യങ്ങളും. എൻജിൻ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻജിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനായിട്ടാണ് വണ്ടിയുള്ളത്. ഇനിയിപ്പം വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 49,000-ത്തിനടുത്താണ് വണ്ടി ഓടിയിട്ടുള്ളത്. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 48,936 കിലോമീറ്റേഴ്സ് മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നിസ്സാരമായ വിലക്ക് ആരെങ്കിലും ഒരു നല്ല മൈലേജുള്ള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ വണ്ടി യൂസ് ചെയ്യുക എന്നുള്ളത്. 2018 മോഡലും കിട്ടും. ആപ്പാട് 35,000 രൂപ മാത്രമാണ് ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസും. എടുക്കുന്നവന് ഒന്നും നോക്കാനില്ല, ജസ്റ്റ് അങ്ങോട്ട് ഓടിയാൽ മാത്രം മതി. സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി വീട്ടിലിരിക്കുന്ന കണ്ടീഷനിലാണ് ഉള്ളത്. ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗണ്ടും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. സെൽഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ആ എൻജിൻ്റെ സൗണ്ട് പോലും അത്ര കേൾക്കുന്നില്ല. ആ ഒരു കണ്ടീഷനാണ്. അതായത് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് എൻജിനുള്ളത്. ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് സൗണ്ട് കേൾപ്പിച്ചു തരാം. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെഡ്ഫോൺസ് യൂസ് ചെയ്താൽ മതി. നല്ലോണം ക്ലിയർ ആവും നിങ്ങൾക്കപ്പം. അപ്പോൾ നിങ്ങൾ കേട്ടതാണ് എൻജിൻ സൗണ്ടും കാര്യങ്ങളുമൊക്കെ. അപ്പം ഏകദേശം വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും വണ്ടി നേരിട്ട് കാണണം, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തലയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാം, വണ്ടി ഓടിച്ച് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ വണ്ടിയുടെ കാര്യങ്ങളും അതൊക്കെ. പിന്നെ നിങ്ങൾ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ അതിൻ്റെ അകത്തായിരിക്കും ആദ്യം സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പുറകെ ആയിരിക്കും ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതുവഴി ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരിലേക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.